ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂൾ 3യിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂൾ 3 എന്താണെന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം ഷെഡ്യൂൾ 3 വീഡിയോ കാണുക, എന്നിട്ട് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആൻസർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾ ചെയ്തേക്കുന്ന ആൻസർ ഇതായിട്ട് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ് നല്ലതാണോ, എങ്ങനെയുണ്ടെന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അനു ഗോട്ട് ₹1 lakh ഫ്രം ഹിസ് എംപ്ലോയർ ഫോർ നോട്ട് ജോയിനിങ് ഇൻ ദ കോമ്പറ്റേറ്റീവ് കമ്പനി. അപ്പോൾ ഈ ഒരു കേസിൽ എംപ്ലോയറിൻ്റെ റുപ്പീസ് കിട്ടിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് നോട്ട് ജോയിനിങ് ഇൻ ദ കോമ്പറ്റേറ്റർ കമ്പനിയാണ്. ഒരു കോമ്പറ്റേറ്റർ കമ്പനിയിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ₹1 lakh കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല. അപ്പോൾ ഈ 1 lakh ടാക്സബിൾ ആണ്. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ: ആൻ എംപ്ലോയി പ്രൊവൈഡ്സ് ഈ സർവീസസ് ഓൺ കോൺട്രാക്ട് ബേസിസ് ടു ആൻ അസോസിയേറ്റ് കമ്പനി ഫോർ ദ എംപ്ലോയർ ഓഫ് ദ എംപ്ലോയർ. ഈ ഒരു കേസ് നമ്മൾ പഠിച്ചായിരുന്നു. കോൺട്രാക്ട് ബേസിസിൽ പോകുന്നത് എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ല എന്ന് പഠിച്ചായിരുന്നു. അവിടെ പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ എന്ന കൺസെപ്റ്റാണ് വരുന്നത്. അത് നമ്മൾ ഫസ്റ്റ് പഠിച്ചായിരുന്നു. ഇവിടെ പഠിച്ചായിരുന്നു സർവീസസ് പ്രൊവൈഡഡ് ഓൺ കോൺട്രാക്ട് ബേസിസ് ബൈ എ പേഴ്സൺ ടു അനദർ പേഴ്സൺ, ദാറ്റ് ഈസ് പ്രിൻസിപ്പൽ ടു പ്രിൻസിപ്പൽ ബേസിസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് GST ആപ്ലിക്കബിൾ ആണ്. 20 lakhs അബോവ് ആണെങ്കിൽ അത് GST ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ GST ആപ്ലിക്കബിൾ ആണ്. പിന്നെ സെക്കൻഡ് കേസ്: അനു ഗോട്ട് ₹45,000 ഫ്രം ഹിസ് എംപ്ലോയർ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെന്റ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു GSTയിൽ എക്സംഷൻ ചെയ്തിരിക്കുന്നത് ഒരു എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാവണം എന്ന്. ആ എംപ്ലോയ്മെൻ്റായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള കേസിലാണ് എക്സംഷൻ ഉള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ ഇവിടെ നോട്ട് ഇൻ ദ കോഴ്സ് ഓർ ഇൻ റിലേഷൻ ടു ഹിസ് എംപ്ലോയ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ എമൗണ്ട് 45,000 ആണ്. അപ്പോൾ നമുക്കറിയാം 50,000 വരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഒരു എംപ്ലോയിക്ക് 50,000 വരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. അതിന് GST ആപ്ലിക്കബിൾ അല്ല. എബോവ് 50,000 വന്നാൽ മാത്രമേ GST ആപ്ലിക്കബിലിറ്റി വരുള്ളൂ. അപ്പോൾ ഈ ഒരു കേസിൽ GST ഇത് ആപ്ലിക്കബിൾ അല്ല. ഇത് ഷെഡ്യൂൾ 3 പ്രകാരമല്ല ഇത് ആയിരിക്കുന്നത്. ഇത് ഷെഡ്യൂൾ 1ൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു 50,000 വരെ GST ആപ്ലിക്കബിൾ ഇല്ലെന്ന് ഷെഡ്യൂൾ 1ൽ നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഫീസ് ചാർജ്ഡ് ബൈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ഇത് നമ്മൾ പഠിച്ചായിരുന്നു. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷന് GST ഇവരുടെ സർവീസസിന് ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ: കിരൺ സോൾഡ് ഹിസ് ലാൻഡ് ഫോർ ₹1 crore. അപ്പോൾ ഈ ഒരു കേസിലും GST ആപ്ലിക്കബിൾ അല്ല. കാരണം ലാൻഡ് സെയിൽ ചെയ്യണത് GSTയുടെ പരിധിയിലില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ലാൻഡിന് GST ആപ്ലിക്കബിൾ അല്ല എന്ന് ചോദിച്ചു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ 3 ഐറ്റം ആയതുകൊണ്ടാണ് ലാൻഡിന് GST ഇല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ 6: അരുൺ പർച്ചേസ്ഡ് എ ഹൗസ് ആൻഡ് റീസെയിൽ ഇറ്റ് ഫോർ എ കൺസിഡറേഷൻ ഓഫ് ₹10 lakh. എന്നുവെച്ചാൽ ഇപ്പോൾ അരുൺ ഒരു പഴയ വീട് വാങ്ങി എന്നിട്ട് അത് റീസെയിൽ ചെയ്തു. ഒരു 10 ലക്ഷം രൂപക്ക് അത് തിരിച്ച് വിറ്റു. അപ്പോൾ ഈ ഒരു കേസും GSTയുടെ പരിധിയിൽ ആപ്ലിക്കബിൾ അല്ല. കാരണം ലാൻഡും സെയിൽ ഓഫ് ബിൽഡിങ്ങും GSTയുടെ പരിധിയിൽ വന്നിട്ടില്ല. ഷെഡ്യൂൾ 3 ഐറ്റമാണ്. അപ്പോൾ ഇതിനും GST ആപ്ലിക്കബിലിറ്റി ഇല്ല. പിന്നെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ: അസറ്റ് ഹോംസ് ഹാസ് കൺസ്ട്രക്റ്റഡ് ഇൻഡിവിജ്വൽ റെസിഡൻഷ്യൽ യൂണിറ്റ് ഫോർ അഗ്രീഡ് കൺസിഡറേഷൻ ₹1.2 crore per unit. ₹10,000 per unit were received before issuance of completion certificate by the competent authority and balance after completion. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു ഇഷ്യൂവൻസ് സർട്ടിഫിക്കറ്റിന് മുമ്പായിട്ട് പൈസ എന്തെങ്കിലും കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് GST ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു കേസിൽ 10,000 ആണ് കിട്ടിയത്. പ്രൊജക്റ്റിൻ്റെ വാല്യൂ 1.2 crore ആണ്. പക്ഷേ 10,000 ബിഫോർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിനെ റിസീവ് ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 1.2 crore ഫുള്ളി GST ടാക്സബിൾ ആവും. ഈ ഒരു കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു ദ സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് സബ്ജക്ട് ടു പാരഗ്രാഫ് 5B ഓഫ് ഷെഡ്യൂൾ 2 സെയിൽ ഓഫ് ബിൽഡിംഗ്. അപ്പോൾ ഈ ഒരു കേസിൽ പറയുന്നത് ഇഷ്യൂവൻസ് സർട്ടിഫിക്കറ്റിന് മുമ്പോ അല്ലെങ്കിൽ ഫസ്റ്റ് ഒക്യുപ്പൻസിക്ക് മുമ്പോ കൺസിഡറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് GST ആപ്ലിക്കബിൾ ആണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഈ ഒരു കേസിൽ GST ആപ്ലിക്കബിൾ ആകും.
ഇപ്പോൾ ഈ 1.2 crore കിട്ടുന്നത് എൻ്റെ കൺസിഡറേഷൻ ആഫ്റ്റർ ദ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതിന് GST ആപ്ലിക്കബിൾ ഇല്ല, അത് സെയിൽ ഓഫ് ബിൽഡിംഗ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, അമൃത ഹോസ്പിറ്റൽ ചാർജ് ₹5,000 ഫോർ ദ ആംബുലൻസ് സർവീസസ് ഫോർ ദ ഡിസീസ്ഡ്. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു മരണപ്പെട്ടവരെ ഒരു ട്രാവലിങ്ങിൻ്റെ ആംബുലൻസ് സർവീസസിന് GST ഇല്ല എന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ ഇതിന് GST ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബിജോ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം USA ആൻഡ് സോൾഡ് ടു ജോർജ് ഇൻ കാനഡ വിത്തൗട്ട് ബ്രിങ്ങിങ് ഇൻ ദ ഗുഡ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ ഈ ഒരു കേസ് മെർച്ചൻ്റ് ട്രേഡിംഗ് ആണ്. മെർച്ചൻ്റ് ട്രേഡിങ്ങിന് GST ആപ്ലിക്കബിൾ അല്ല. 10th question, Arun of India imported some goods from Japan. While the goods were in high seas, Arun sold the goods to Kiran in India by way of endorsement of document of title of goods. അപ്പോൾ ഈ ഒരു കേസ് നമ്മൾ ഹൈ സീസ് സെയിൽ എന്താണെന്ന് പഠിച്ചായിരുന്നു. ആ ഹൈ സീ സെയിലിന് GST ആപ്ലിക്കബിൾ അല്ല. കാരണം ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യാൻ നേരത്ത് വന്ന വഴിയിൽ ആ കപ്പൽ ആ കടലിൽ ചിലപ്പോൾ പകുതി സമയത്ത് അത് വേറൊരാൾക്ക് സെയിൽ ചെയ്ത് എൻഡോഴ്സ്മെന്റ് ഗുഡ്സിന്റെ ടൈറ്റിൽ എൻഡോഴ്സ് ചെയ്ത്, അപ്പോൾ അതിന് GST ആപ്ലിക്കബിലിറ്റി ഇല്ല. നെക്സ്റ്റ് 11th ക്വസ്റ്റ്യൻ, അന്ന ഇമ്പോർട്ടഡ് സം ഗുഡ്സ് ഇൻ ഇന്ത്യ ബട്ട് കെപ്റ്റ് ദ ഗുഡ്സ് ഇൻ കസ്റ്റംസ് ബോണ്ട് വെയർഹൗസ് വിത്തൗട്ട് ക്ലിയറിംഗ് ഇറ്റ് ഫോർ ഹോം കൺസപ്ഷൻ. ഇൻ ദ മീൻ ടൈം അന്ന സോൾഡ് ദീസ് ഗുഡ്സ് ടു മേരി വൈൽ ദേ വെയർ ഇൻ വെയർഹൗസ്. അപ്പോൾ ഈ ഒരു കേസ് ബോൺ ടു ബോൺ ട്രാൻസ്ഫർ ആണ്. എന്ന് വെച്ചാൽ വെയർഹൗസ് ക്ലിയറിംഗ് ഫ്രം ഹോം കൺസപ്ഷൻ മുമ്പായിട്ട് അത് സെയിൽ ചെയ്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് GST ആപ്ലിക്കബിലിറ്റി ഇല്ല, അത് ബോൺ ടു ബോൺ ട്രാൻസ്ഫർ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് ബോൺ ടു ബോൺ ട്രാൻസ്ഫർ എന്ന്. പിന്നെ 12th ക്വസ്റ്റ്യൻ, കേരള ഗവൺമെന്റ് ഗ്രാൻഡ് ആൽക്കഹോളിക് ലിക്കർ ലൈസൻസ് ടു ബിജോ ഫോർ എ കൺസിഡറേഷൻ ഓഫ് ₹25 lakh. അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിച്ചായിരുന്നു. ഇത് ഷെഡ്യൂൾ 3യിൽ വരുന്ന ഐറ്റം അല്ല. സെപ്പറേറ്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം സെപ്പറേറ്റ് ക്ലാരിഫിക്കേഷൻ പ്രകാരം ഇത് എക്സെപ്റ്റ് ചെയ്ത ഐറ്റമാണ്. അപ്പോൾ ഇത് 25 lakhsന് GST ആപ്ലിക്കബിലിറ്റി ഇല്ല. അത് നമ്മൾ പഠിച്ചായിരുന്നു. Non-supplies clarified by a clarification. Services by way of grant of alcoholic liquor license by the state government are treated neither as supply of goods nor supply of services. അപ്പോൾ ഈ ഒരു കേസിന് അത് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഈ ഒരു കേസ് 25 lakhs GST ആപ്ലിക്കബിൾ അല്ല. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, crane of rupees value 1 crore is moved to another branch of registered person for repair services of ₹1 lakh. Tool valued 3 lakh were given to that branch. അപ്പോൾ ഈ ഒരു കേസിൽ എന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ക്ലാരിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്തെങ്കിലും ഇപ്പോൾ ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫറിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് കുറച്ച് ഗുഡ്സ് കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന വെഹിക്കിളിൻ്റെ വാല്യൂവിന് GST ആപ്ലിക്കബിലിറ്റി ഇല്ല. പക്ഷേ അത് ഫർദർ സപ്ലൈക്ക് വേണ്ടിയാണ് ആ വണ്ടി കൊണ്ടുപോകണമെങ്കിൽ അതിന് GST ആപ്ലിക്കബിൾ ആണ്. ആ കേസാണ് ഇവിടെ ആപ്ലിക്കബിൾ വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഇവിടെ ക്രെയിൻ വാല്യൂ ഓഫ് ₹1 crore. അപ്പോൾ ഈ 1 crore ടാക്സബിൾ വരില്ല. ഈ റിപ്പയർ സർവീസസ് 1 lakhനും പിന്നെ ഈ ടൂൾസ് വാല്യൂ 3 lakh വെയർ ഗിവൺ ടു ദാറ്റ് ബ്രാഞ്ച്. ആ ബ്രാഞ്ചിന് 3 lakh റുപ്പീസിന്റെ ടൂളും കൊടുത്തു. അപ്പോൾ ഈ ടോട്ടൽ ഈ 4 lakhന് GST ആപ്ലിക്കബിലിറ്റി വരും. ഈ 1 crore ആപ്ലിക്കബിൾ അല്ല. നേരെ മറിച്ച് ഈ ക്രെയിൻ ഈ ബ്രാഞ്ചിന് കൊടുത്തു, എന്നിട്ട് ബ്രാഞ്ച് അത് ഫർദർ സപ്ലൈക്ക് വേണ്ടി യൂസ് ചെയ്യണേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഈ 1 crore GST ആപ്ലിക്കബിലിറ്റി വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷെഡ്യൂൾ 3യിലെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്ലാസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പഠിക്കാം. അപ്പോൾ ഇത്ര വീഡിയോ നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ സപ്ലൈയിലെ ഇനി ഒരു കൺസെപ്റ്റും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ തീരും. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.